ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഇന്ത്യയിൽ തന്നെ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ആയ എക്സാംസിലൊന്നാണ് IIT. അത് ക്രാക്ക് ചെയ്തു. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? നമ്മളിവിടെ ഗായിൽ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സസും ഡിസൈൻ ക്ലാസ്സസും അതുപോലെ ലോജിക്കും മാത്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പോയി പഠിക്കും. അതൊക്കെ തന്നെ പ്രിപ്പറേഷൻ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് കുറേ ചെയ്തിട്ടുണ്ട്. ഇവിടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് അല്ലാതെ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ്? നമുക്ക് വീട്ടിൽ നിന്നും നമ്മൾ ഇതേപോലെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ഒക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അല്ല, ആരുടെ താല്പര്യപ്രകാരമാണ് ഈ ഒരു ഡിസൈൻ ഫീൽഡിലേക്ക് വരാൻ തീരുമാനിച്ചത്? എൻ്റെ താല്പര്യം. ഓക്കെ. പാരൻസ് സപ്പോർട്ടീവ് ആയിരുന്നോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗായ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സെലക്ട് ചെയ്യാൻ കാരണം? ഇവിടെ ഗായമ എന്ന് പറഞ്ഞാൽ NID ലിഫ്റ്റൊക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രിഫർ ചെയ്തപ്പോൾ അതിൻ്റെ ഫൗണ്ടർ തന്നെ ഒരു ഗ്രാജുവേറ്റ് ആയതുകൊണ്ടാവില്ലേ? ഇപ്പോൾ IIT-ലും NIT-ലും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതാണ് താല്പര്യം? സെലക്ട് ചെയ്യുക ഏതായിരിക്കും? NID ആണ് കൂടുതൽ താല്പര്യം. പക്ഷെ എന്നാലും രണ്ടും ഓക്കെ ആണ്. NIT-ൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്കല്ലേ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഓക്കെ. അപ്പോൾ തീരുമാനിക്കുക എന്നുള്ള ഇതിലാണല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഈ റിസൾട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ലൈക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എക്സാം ഈസി ആയിരുന്നോ? ഓക്കെ. ഇപ്രാവശ്യത്തെ എക്സാമിൽ ഏത് ഭാഗമാണ് ടഫായിട്ട് തോന്നിയത്, ഈസി ആയിട്ട് തോന്നിയത്? ഡ്രോയിങ് പാർട്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ടൈം പ്രശ്നം ഉണ്ടായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? ഇപ്പോൾ ചേച്ചി ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തു. ഞാനൊരു ബിഗിനറാണ്, ഗൈഡ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ബിഗിനേഴ്സിനോട് എന്താ പറയാനുള്ളത്? എന്നും വരയ്ക്കാം, നമുക്ക് എന്നും ഡെയിലി സ്കെച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ടച്ച് വിടാണ്ട് ലൈക്ക് ഹെൽപ്പ് ചെയ്യും. ഡ്രോയിങ്ങിൽ എപ്പോഴും അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫോക്കസ്ഡ് ആയിരിക്കണം. അതെ. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ പഠിക്കുന്ന സമയത്ത്? അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അങ്ങനെ അധികം ഡിസ്ട്രാക്ഷൻ. ഫോൺ അങ്ങനത്തെ ആയിട്ട് വലിയ കണക്ഷൻ ഇല്ല. നൈസ്. പിന്നെ ഇങ്ങനെ ഫുൾ ടൈം വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനും സമയം കണ്ടെത്തിയിരുന്നോ? എങ്ങനെയായിരുന്നു? ഞാനിവിടെ ഹോസ്റ്റലിലാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് വരയ്ക്കാം. അവരെല്ലാവരും ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. ഇപ്പോൾ NIT ആണെന്നുണ്ടെങ്കിലും IIT ആണെന്നുണ്ടെങ്കിലും അതിൽ സെലക്ഷൻ കിട്ടുമ്പോൾ ഏത് ക്യാമ്പസ് വേണമെന്നെന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ? NID എന്തായാലും അഹമ്മദാബാദ് എല്ലാവരും അത് ചൂസ് ചെയ്യുന്നു. പിന്നെ IIT ഞാൻ ഒരു കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. നമുക്ക് ലൈക്ക് കുറച്ച് ചോയ്സേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്തു.